കേരളത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഓടുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടത്. അന്ന് തന്നെ പരാതിപ്പെടാൻ നടി കാണിച്ച ആത്മധൈര്യം കേസിൽ നിർണായകമായി. എന്നാൽ നീതിക്കായുള്ള പോരാട്ടത്തിൽ കനൽ വഴികളേറെയാണ് അതിജീവിത താണ്ടിയത്. നടി ആക്രമിക്കപ്പെടുന്നത്. പിന്നീട് 2 ആഴ്ചയ്ക്കുള്ളിൽ ദിലീപ് ഒഴികെയുള്ള മുഖ്യപ്രതികളെല്ലാം പിടിയിലായെങ്കിലും അതിജീവിതയുടെ മുഖം അപ്പോഴേക്കും പൊതുസമൂഹത്തിനാകെ പരിചിതമായിരുന്നു. അതിജീവിതയുടെ ആത്മധൈര്യത്തെ ഒരേ സമയം പുകഴ്ത്തിയവരും പരിഹസിച്ചവരും അനവധി. വേട്ടക്കാരുടെ പേര് പോലും വെളിപ്പെടുത്താതെയുള്ള ഇതര മാധ്യമങ്ങളുടെ മുതലക്കണ്ണീരിൽ അതിജീവിതയ്ക്കൊപ്പം റിപ്പോർട്ടർ ചാനൽ നിലകൊണ്ടു. സംഭവത്തിൽ ആരോപണ വിധേയനായി ദിലീപ് ഉണ്ടെന്ന റിപ്പോർട്ടറാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. അതിജീവന വഴിയാകെ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വിചാരണ പുറത്തു നടക്കുമ്പോൾ കോടതി മുറിക്കുള്ളിൽ നേരിടേണ്ടി വന്നത് മറ്റൊരു ട്രോമ വിചാരണയായെന്ന് ബർക്കാദത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. 2017 മുൻപ് വരെ വർഷം 3-4 മലയാള സിനിമകളിൽ ഉണ്ടായിരുന്ന നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം ഇങ്ങോട്ട് അഭിനയിച്ചത് വിരലിലെണ്ണാവുന്ന മലയാള സിനിമകൾ മാത്രം. ഒരു ഘട്ടത്തിൽ സർക്കാർ ഒപ്പമില്ലെന്ന് തുറന്നു പറയേണ്ടി വന്നു അതിജീവിതയ്ക്ക്. തുടരന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കാനും പാതിവെന്ത അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള സർക്കാർ നീക്കമായിരുന്നു ഇങ്ങനെയൊരു തുറന്നു പറച്ചിലിന് കാരണമായത്. അതിലേറെ പ്രഹരമേറ്റത് കോടതിയിലുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതെന്നറിഞ്ഞായിരുന്നു. ഹാഷ് വാല്യൂ മാറിയ വാർത്തയും ആദ്യമായി പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ തന്നെ. മെമ്മറി കാർഡ് ജുഡീഷ്യൽ ഓഫീസർമാർ കൈവശം വെച്ചതും തുടരന്വേഷണം നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ ക്രൈംബ്രാഞ്ച് SP മാറ്റിയതും നടിക്ക് തിരിച്ചടിയായി. വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ലെന്നുറപ്പായതിനാൽ 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരാണ് രാജിവെച്ചത്. ഒടുവിലിതാ മുഖ്യപ്രതി പൾസർ സുനിയും പുറത്തേക്ക്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട് എന്തായിരുന്നു അന്ന് നടന്നതെന്ന്. 2017 ഫെബ്രുവരി 17 മറക്കാൻ കഴിയാത്ത ദിവസമാണ്. ഓടുന്ന കാറിൽ ആക്രമണത്തിനിരയായ നടിയെക്കുറിച്ച് നമ്മൾ കേട്ടത് അതേ ദിവസമാണ്. ഡ്രൈവർ കൊരട്ടി മാർട്ടിൻ ആന്റണി കസ്റ്റഡിയിലാകുന്നു. അതേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. അന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 18 പൾസർ സുനിക്കായി തെരച്ചിൽ തുടങ്ങുകയാണ്. നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. കൃത്യമായി കാര്യങ്ങൾ വിവരിച്ച് അവർ പോരാട്ടത്തിനായി ഇറങ്ങുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. ഫെബ്രുവരി 19 വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ നിന്ന് പിടിയിലാവുകയാണ്. സഹായികൾ പിടിയിലാകുന്നു. ഇനി എത്തേണ്ടത് പൾസർ സുനിയിലേക്ക്. ഫെബ്രുവരി 20 പ്രതികളിൽ ഒരാളായ മണികണ്ഠൻ പാലക്കാട്ട് നിന്ന് പിടിയിലാവുകയാണ്. ഫെബ്രുവരി 21 നടൻ ദിലീപിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നു. ഫെബ്രുവരി 23 എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ പൾസർ സുനി, വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്ന് അതിനാടകീയമായി അറസ്റ്റ് ചെയ്യുന്നു. ആ കോടതി മുറിയിൽ ജനലഴിയിൽ പിടിച്ചു നിൽക്കുന്ന പ്രതികളെയൊക്കെ ആ നാടകീയ മുഹൂർത്തങ്ങൾ വർഷം 7 കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഫെബ്രുവരി 26 പ്രതികളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ, ടീഷർട്ട് എന്നിവ പോലീസ് കണ്ടെടുക്കുന്നത്. നിർണായക തെളിവുകളിലേക്ക് നീങ്ങുന്നതും അങ്ങനെയാണ്. ഏപ്രിൽ 18 പൾസർ സുനി എന്ന സുനിൽകുമാറിനെ 1-ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഏപ്രിൽ 20 വിഷ്ണു എന്നയാൾ 1.5 കോടി രൂപ ആവശ്യപ്പെട്ടതായി നടൻ ദിലീപിന്റെ പരാതി വരികയാണ്. ബ്ലാക്ക്മെയിലിംഗ് എന്നുള്ള സാധ്യതയിലേക്ക് പോകുന്നതും അപ്പോഴാണ്. ജൂൺ 25 ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരനായ വിഷ്ണുവും സനലും അറസ്റ്റിലാകുന്നു. സുനി ദിലീപിന് എഴുതിയെന്ന് പറയുന്ന കത്ത് പുറത്തുവരുന്നതും അതേ കാലയളവിലാണ്. ജൂൺ 28 ദിലീപും നാദിർഷയും ദിലീപിന്റെ സഹായി അപ്പുണ്ണിയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നത്. പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമായ ദിവസങ്ങളാണ്. ജൂലൈ 2 ദിലീപ് നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയെന്നതിന്റെ ചിത്രങ്ങൾ, തെളിവുകൾ പുറത്തുവരികയാണ്. ഒപ്പം നിന്നെടുത്ത ചിത്രം, അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അതൊക്കെയാണ് ആ ദിവസം നമ്മൾ കണ്ടത്. ജൂലൈ 10 നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയാണ്. തെളിവുകൾ, ചിത്രങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഒക്ടോബർ 3 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപിന് ജാമ്യം കിട്ടുന്നത്. ദിലീപ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് 2022 മാർച്ചിനാണ്. പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമായ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ വരികയാണ്. 2022 ജൂലൈയിൽ സുപ്രീം കോടതിയെയും സമീപിക്കുന്നുണ്ട് പൾസർ സുനി. ജാമ്യത്തിനായി പൾസർ സുനി എന്ന സുനിൽകുമാർ അപേക്ഷിച്ചത് 1-2 തവണയല്ല, 10 തവണ അപേക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ കാലതാമസം എന്ന കാരണം സുനിക്ക് തുണയാകുന്നു. സുനിക്ക് ജാമ്യം ലഭിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന്. 7
5.5 വർഷങ്ങൾക്ക് ശേഷമാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിക്കുന്നത്. 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി എന്ന NS സുനിൽകുമാർ ജയിലിലാണ്. അന്തിമവാദം കേൾക്കുന്നതിന് ഏതാനും മാസം ബാക്കിയുള്ളപ്പോഴാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.